വീട് നിർമ്മിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടാത്ത രീതിയിൽ ദുർവ്യയം ചെയ്തുകൊണ്ടുള്ള വീടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ കേട്ടു. ഒരാളുടെ ഭാഗ്യമാണ് വൽ ബൈത്തുൽ വാസിഅ, സൗകര്യപ്രദമായ ഒരു വീട് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോലെ ദൂർത്തടിച്ച വീട് എന്നല്ല. സൗകര്യം എന്നത് ആപേക്ഷികമാണ്. ആ കുടുംബത്തിലെ അംഗബലം എത്രയാണ് അത് പരിഗണിച്ചുകൊണ്ട് ആവശ്യത്തിന് റൂമുണ്ടായിരിക്കണം. എല്ലാവരും ഒരു റൂമിൽ ഉറങ്ങാൻ പാടില്ല. നമുക്കത് പറയാം, വീട്ടിലുള്ള പെരുമാറ്റം പറയുമ്പോൾ പറയാം. ഒരു റൂമിൽ എല്ലാവരും കൂടി ഒന്നിച്ചുറങ്ങുക അത് പാടില്ല. അപ്പൊ ആ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കൊക്കെ താമസിക്കാൻ ആവശ്യമായ റൂമുകൾ നിർമ്മിക്കുക. അത് ദൂർത്തല്ല. എന്നാൽ അമിതമായ മോടി പിടിപ്പിക്കുന്നതും അനാവശ്യമായ സൗന്ദര്യവൽക്കരണവും ഒക്കെ അത് ദൂർത്തായി മാറും. ഇതുപോലെ 4 ആളുകൾക്ക് താമസിക്കാൻ 10ഉം 14ഉം ഒക്കെ റൂം എടുത്തിടുന്ന ആളുകളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം, ആൾപ്പാർപ്പില്ലാത്ത റൂമുകൾ പിശാചിന്റെ സങ്കേതങ്ങളായിരിക്കും. ആടെ ശൈത്താനാ പിന്നെ വന്നുകൂടാ. നമുക്ക് അവിടെ പരിചരിക്കാനോ അവിടത്തെ മാറാല പോലും നീക്കാൻ നേരം ഉണ്ടാവില്ല നമ്മൾ ഉമ്മമാർക്ക്. പിന്നെ പിശാചിന്റെ വിളയാട്ടമായിരിക്കും ഈ ദൂർത്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ട, ദൂർത്തായ രീതിയിൽ നിർമ്മിക്കപ്പെട്ട വീട്ടിൽ നടക്കുക. വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും നമ്മളെ ചിന്തയിൽ മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലളിത ജീവിതത്തെ കുറിച്ചൊരു ബോധമുണ്ടായിരിക്കണം. സുബ്ഹാനല്ലാഹ്, ചില വീടുകൾ നമ്മൾ പരിശോധിച്ചാൽ ആ വീടിന്റെ മതിൽക്കെട്ട് അത് മാത്രം നോക്കുമ്പം പാവപ്പെട്ടവർക്ക് തോന്നിപ്പോകുന്നു ആ മതിൽ നിർമ്മിക്കാൻ ഉപയോഗിച്ച കാശുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കൊരു 10 വീടെങ്കിലും നിർമ്മിക്കാമായിരുന്നല്ലോ. ഈ രീതിയിലാണ് പലരുടെയും ദൂർത്തിന്റെ രൂപം. വീടിന്റെ മുകൾ ഭാഗത്ത് ചെലവ് ചെയ്യുന്ന പണം എത്രയാണ് കാണുന്നില്ല. പക്ഷേ എങ്കിലും വീടിന്റെ മേലെ കൊണ്ടുപോയി ലക്ഷങ്ങളതാ അവിടെ ദുർവ്യയം ചെയ്യുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങളതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് ഒരിക്കൽ കയറി ചെല്ലുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ സമയത്ത് വസ്ത്രം മാറി അവിടത്തെ കട്ടിലിൽ കിടക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അവിടുന്ന് എഴുന്നേറ്റിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരുനബിയുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോഴതാ അവിടുന്ന് കിടക്കാൻ ഉപയോഗിച്ച പായയുടെ അടയാളം അങ്ങനെ തന്നെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നു. ഉമർ ഖത്താബ് തങ്ങൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? അന്ത്യപ്രവാചകനാണ്, അല്ലാഹുവിന്റെ മെഹബൂബാണ്. ഇതുപോലത്തെ ഒരു നേതാവ് ഇനി വേറെയില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, ചീഫ് ഖാദിയാണ്, സൈനിക കമാൻഡറാണ്, പള്ളിയിലെ ഇമാമാണ്, ഖത്തീബാണ്. എന്തൊക്കെ പദവികളുണ്ടോ, എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ, ഇതിന്റെ മുഴുവൻ നേതൃസ്ഥാനത്ത് വിരാജിക്കുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന നേതാവ് ഉറങ്ങുന്ന പായ, ആ പായയുടെ അടയാളമാണ് ശരീരത്തിൽ പതിഞ്ഞു കിടക്കുന്നത്. മഹാനവറുകൾ ഒന്നുകൂടി പരിസരം നിരീക്ഷിച്ചു. ഇനി എന്തൊക്കെയാണ് ആ വീട്ടിലുള്ള ഗൃഹോപകരണങ്ങൾ? നബി കടക്കാൻ ഉപയോഗിച്ച കട്ടിൽ ഈന്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ചതാണ്. പായ ഈന്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയതാണ്. അതേ പനയുടെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത നാര് നിറച്ച തലയണയാണ്. ഇനി ആ റൂമിലുള്ളത് ഒരു ചെറിയ തോൽ സഞ്ചിയുണ്ട്, അതിലൽപ്പം വെള്ളം കിടക്കുന്നു. വേറെ ഒരു പാത്രത്തിൽ ഏതാനും യവമണികളാണുള്ളത്. മറ്റൊരു ചെറിയ പാത്രത്തിൽ അവിടുന്ന് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുണ്ട്. ഇത്രയുമാണ് ഒരു ഭരണാധികാരിയുടെ വീട്ടിന്റെ ഉള്ളിലുള്ള ഗൃഹോപകരണമെങ്കിൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയേ ദാക കിസ്റാ വ കൈസർ, അങ്ങ് കണ്ടില്ലേ കൈസർ രാജാവ്, കിസ്റ രാജാവ്, അവരൊക്കെ ദാ അമ്പരചുംബികളായ ആകാശത്തെ മുത്തമിട്ട് നിൽക്കുന്ന വലിയ കൊട്ടാരങ്ങളിലല്ലേ നബിയെ താമസിക്കുന്നത്? അവർക്കൊക്കെ ഉറങ്ങാൻ തൊട്ടിലുകളില്ലേ? താരാട്ടുപാടാൻ തോഴിമാരില്ലേ?
വഅൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബിയെ അവിടുന്ന് അള്ളാന്റെ ദൂതരല്ലേ, അങ്ങല്ലേ ഇതൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും അർഹതയുള്ള ആള്. അവിടത്തേക്ക് ഞങ്ങളൊരു പുതിയ ബെഡ് വാങ്ങി തന്നാൽ അവിടുന്ന് സ്വീകരിക്കുമോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഉമറേ, അവരൊക്കെ ഈ ദുന്യാവിൽ മാത്രമേ അവർക്ക് ഇത് ആസ്വദിക്കാൻ കഴിയൂ. നമുക്ക് അള്ളാഹു പരലോകത്ത് തയ്യാറാക്കിയ ബെഡും അവിടെ റെഡിയാക്കി വെച്ച വലിയ വലിയ കൊട്ടാരങ്ങളും സൗകര്യങ്ങളുമില്ലേ, അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഞാൻ അങ്ങോട്ട് യാത്ര പോകുകയാണ്. യാത്ര പോകുന്ന ഒരു വ്യക്തി വിശ്രമത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ഇരുന്നാൽ, ഒരു ബസ് സ്റ്റോപ്പിലോ ഒരു മരത്തണലിലോ ഇരുന്നാൽ, അതും ആ മരത്തണലും ബസ് സ്റ്റോപ്പും ഒക്കെ അവിടെ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ അവിടെ മോടി വർദ്ധിപ്പിക്കാനോ അവൻ നിൽക്കുകയില്ലല്ലോ. എത്രയും പെട്ടെന്ന് യാത്ര തുടരണമെന്ന ബോധത്തോടെയല്ലേ അവൻ അവിടെ ഇരിക്കുക, വിശ്രമിക്കുക. ഇതുപോലുള്ള മനസ്സാണ് എൻ്റെ മനസ്സ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ബെഡ് വേണ്ട, വേറെ സൗകര്യങ്ങൾ വേണ്ട. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധത്തോടു കൂടെ ആയിരിക്കണം നമ്മൾ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെടേണ്ടത്. അനാവശ്യമായ ചെലവുകൾ ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സമ്പാദ്യത്തിന്റെ സിംഹഭാഗവും അത് ഈ രീതിയിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി വാർത്തുകുത്തിയിരിക്കുകയാണ്. ഇനി എന്താ അത് പൊളിച്ചാ കിട്ടുക? പൊളിക്കണമെങ്കിൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, ഒന്നും ഇങ്ങോട്ട് കിട്ടൂല. നമ്മളെ സമ്പാദ്യം അങ്ങനെ. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ പ്രത്യേകിച്ചും കിട്ടുന്നത് മുഴുവനും വീടിന്റെ മേലെ കയറ്റി അവസാനം ഖുറൂജടിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടാൽ അത് വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാശ് പോലും ഇല്ലാതെ അവര് നട്ടം തിരിയും. ഈ രീതിയിൽ വീട് എന്ന് പറയുന്ന ആ സങ്കല്പത്തിൽ എല്ലാ സമ്പത്തും കൊണ്ടുപോയി നശിപ്പിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ധൂർത്തില്ലാത്ത രീതിയിലും അതേ സമയത്ത് നമ്മുടെ കുടുംബങ്ങളുടെ അംഗബലമനുസരിച്ചുമാണ് റൂമുകൾ ഉണ്ടാക്കേണ്ടത്.